എന്നിട്ടെന്താ? എടി എനിക്ക് മുമ്പേ വരണം നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ. എന്നാ ഒരു ദിവസം ചേച്ചി വാ, നമുക്ക് അവിടെ അടിച്ചു പൊളിക്കാം. ഓക്കെ. ആ പിന്നെ ഞാൻ ചേച്ചിക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ട്. എന്തോ സാധനം? ഒരു ഗിഫ്റ്റ്. നോക്കട്ടെ. അയ്യോ ഇത് ഒരുപാടുണ്ടല്ലോ. ഹായ്, എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. ഗണപതിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിങ്കി നോക്കണേ, നല്ല കമ്മല്. നോക്ക്, രസമുണ്ടല്ലേ? ഇവിടെ ഇവിടെയും കിട്ടും ചാലയെന്നൊക്കെ കിട്ടും. കൊള്ളാം കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ പിങ്കിക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഗിഫ്റ്റ്. പിന്നെ അതിപ്പോ തരണ്ടെന്ന് ഞാനങ്ങ് വിചാരിച്ചു. അതെന്തെന്നാ, ഞാൻ വന്നപ്പോ തൊട്ടേ നീ എന്നെ ഒരുമാതിരി ആക്കിക്കൊണ്ടിരിക്കുവല്ലോ, അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. പിങ്കിയുടെ ദേഷ്യമൊക്കെ മാറിയിട്ട് ഞാൻ തരാം. ഓക്കെ? ഓ ആയിക്കോട്ടെ. അതാ നല്ലത് കുഞ്ഞാറ്റെ. എന്തായാലും താങ്ക്സ് എടാ. നീ ഈ ബാഗൊക്കെ കൊണ്ട് അകത്ത് വെച്ചിട്ടൊന്ന് ഫ്രഷ് ആവും. എന്നാ ഞാൻ പോയിട്ട്. ഓ പോയിട്ട് വാ. എനിക്ക് അവളെ തീരെ പിടിക്കുന്നില്ല. അവക്ക് നിന്നെ അവളെവിടെ കിടക്കുന്നേ? നമ്മുടെ റൂമില്. എന്തോന്ന് നമ്മുടെ റൂമില്? അതൊന്നും ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണം? നീ വലിച്ചു പോടി. ഞാൻ അമ്മയുടെ തുറന്നു കൊടുക്കുക. നീ അമ്മയുടെ പോയി പറ. വീട്ടിൽ വന്ന ഗസ്റ്റോട് മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കണം. സൗകര്യമില്ല. എനിക്ക് പൊടി അവിടെ അസൂയക്കാരി. എല്ലാം ഉണ്ട്, കൊള്ളാം. അവള് നല്ല പൊക്കം വെച്ചല്ലേ കുഞ്ഞാറ്റ. ഈ മനുവേ പണ്ട് എന്റെ പുറകിൽ രവിയേട്ടാന്ന് വിളിച്ചുകൊണ്ട് നടന്നവനാണ്. ഓർക്കുമ്പോ തന്നെ ചിരിയാവുന്നു. അവൻ ഇത്രയും വലിയ കുട്ടി. അല്ല, ഈ സമയം എന്ന് പറയണതേ ഇതാന്ന് പറയുമ്പോ അങ്ങ് കടന്നു പോകും. പെൺപിള്ളേരെ വളർച്ച അതുപോലെ തന്നെ പെട്ടെന്ന് വളരും. നമ്മുടെ മക്കളെ കാര്യം അതുപോലെ അല്ലേ? അമ്മ എന്താണ് പ്രശ്നം? അതെ, എനിക്കൊരു കാര്യം ചോദിക്കണം. അവളെവിടെ നിക്കണം? അവളെവിടെ കിടക്കണേന്ന്? നിങ്ങളുടെ റൂമില്. ആ റൂമില്? നിങ്ങളുടെ റൂമില്? അയ്യോ, അതൊന്നും ഞാൻ സമ്മതിക്കില്ല. പിന്നെ എവിടെ കിടക്കും? വേറെ എവിടെയും കിടത്തുകൊണ്ട്. എന്തോന്ന് മക്കളെ ഈ പറയണത്? അതെ, അവൾ എത്ര വർഷം കൂടിയാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്. അപ്പൊ നീ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്ത് ഞാൻ കൊച്ചത് ഈ പറയണ അവള് കേട്ട് കഴിഞ്ഞാണല്ലോ അതിന് ഫീൽ ചെയ്യും കേട്ടോ. അവക്ക് ഫീൽ ചെയ്യും, എന്തോ ആവട്ടെ. എനിക്ക് അതൊരു പ്രശ്നമില്ല. എന്നെ ഇഷ്ടമല്ലാത്തവരെ എനിക്ക് ഇഷ്ടമല്ല. അവള് പറഞ്ഞൊന്നുമില്ല, പക്ഷെ അവളെ സ്വഭാവമൊക്കെ കാണുമ്പോ നമുക്ക് മനസ്സിലാവും. എന്തോന്നിത് അങ്ങനെ നീ മനസ്സിലാക്കിയൊക്കെ തെറ്റാണ് കേട്ടോ. അവള് പാവം കുട്ടിയാ. പാവം എഴുതി കുട്ടിച്ചോണ്ട് നടക്കാൻ പറ. അങ്ങനെയൊന്നും ഇല്ല. നിന്റെ അനിയത്തി അല്ലേ അവളും? പിന്നെ അവൾ ആരാണ്? ഹലോ മണിമാമി, ഞാൻ റിങ്കി ചേച്ചിയുടെ കൂടെ ബോക്സിംഗ് പഠിച്ചാലോ എന്ന് ആലോചിക്കുക. നല്ല കാര്യമാണ്, പക്ഷെ നമുക്ക് ഒരുപാട് ദിവസം കിട്ടില്ലല്ലോ. ഇതൊക്കെ കുറെ കാലം പഠിക്കാനുള്ളതല്ലേ? അല്ല, ഓൺലൈനിൽ പഠിക്കാലോ. പിന്നെ ബോംബെ ചെന്നിട്ട് നല്ലൊരു സെന്റർ നോക്കി അവിടെ പ്രാക്ടീസ് ചെയ്യാലോ. അതാണ് ഇവിടെ ഉണ്ടോ പിങ്കി? അമ്മ ഇത്രയും കാലം ഈ കഴുതയ്ക്ക് തോന്നാത്തതാണ് ഇവക്ക് തോന്നിയത്. അയ്യോ, എനിക്ക് തോന്നിയിടത്തോളം മതി. ഇവിടെ മനുഷ്യന് എണീച്ചടക്കാൻ പറ്റുള്ളൂ. ഇപ്പൊക്കെ എന്തോന്നാണ് പ്രശ്നം? എന്തോന്നത്? അതെ അമ്മ, ഇവളെ നമ്മുടെ കൂടെ കിടക്കട്ടെ. ഓ അതന്നെ. നീ ഒറ്റയ്ക്കാണ് തീരുമാനിച്ചത്? എന്ത്? എന്റെ മുറിയിൽ ആര് കിടക്കണോ ഞാനല്ലേ തീരുമാനിക്കാം. നമ്മള് 3 പേരും ഒരുമിച്ച് കിടക്കും. നല്ല രസം. അതെന്താ പറയുമ്പോ മോളെ, ഇവള് വിചാരിച്ച ആ കട്ടിൽ നിങ്ങൾക്ക് 3 പേരും കൂടെ കിടക്കാൻ പറ്റുമോ എന്നാണ് സംശയം. പറ്റൂല. അത് അച്ഛൻ പറഞ്ഞ പോയിന്റ് ആണ്. ഇവള് കിടന്നു കഴിഞ്ഞാ 3/4 ഭാഗവും കംപ്ലീറ്റ് കവർ ആവും. എനിക്ക് ഇച്ചിരി സ്ഥലം മതി. അതല്ല, മണിമാമിയുടെ കൂട്ടത്തിൽ കിടന്നോളാം. അത് മതി. ആരോട്? മണിമാമിയുടെ കൂട്ടത്തിൽ. അയ്യോ, അതൊരു ബുദ്ധിമുട്ടാവൂലേ? എന്താ ബുദ്ധിമുട്ട്? എന്റെ അച്ഛന്റെ അമ്മേനും കൂടെ ഞാൻ കിടന്നോളാം. അവിടെ. ഇതെന്താ അസൂയേടി? ഞാൻ അവിടെ കിടന്നോളാം, കുഴപ്പമില്ല. പെങ്കൊച്ചു ഒരു വഴിക്കും എടുക്കാത്ത എന്തോന്ന്? നീ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചേക്ക്. എന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടല്ലോ മാമി. അവൾക്ക് ചുമ്മാ ചിലപ്പോ ഒരു ചെറിയ ദേഷ്യം, അത്രേ ഉള്ളൂ. അവൾക്ക് നിന്നോട് നല്ല സ്നേഹമൊക്കെ ഉണ്ട്. മര്യാദക്ക് ബിഹേവ് ചെയ്തോ, ഇല്ലെങ്കിൽ എന്നെ കിട്ടും. അവൾ ഇന്ന് മണിയിലൂടെ കിടക്കണം. ഞാൻ അവിടെ വരാന്തയില് ദിവാനിൽ കിടക്കാം. എന്നാ അത് മതി. കൊച്ചിനെ എത്ര നാളെ മണിമാമി എന്ന് എന്റെ പുറകെ നടക്കൂടാത്ത പക്ഷം. അതെ, എന്റെ കൊറേ കളക്ഷൻസ് ഉണ്ട് നെയിൽ പോളിഷിന്റെ. ആണോ? ഓ,
കണ്ടമ്മോ നെയിൽ പോളിഷ് ഇടാൻ പോണ്. ഞാൻ ഇന്നാളെ നെയിൽ പോളിഷ് ചോദിച്ചപ്പോ ചപ്പാത്തി പരത്തുന്ന സാധനം ഉണ്ടല്ലോ അത് എടുത്ത് തലക്കാണ് അടിച്ചത്. മുഴച്ചിരുന്നു ഇവിടെ മുഴച്ച്. എടി നിനക്ക് ആരെങ്കിലും എടുത്തു തരുമോ നിന്റെ ഈ സ്വഭാവത്തിന്? എന്നോട് നീ ഒരു കാര്യം ഷെയർ ചെയ്യൂലല്ലോ. ഞാൻ പിന്നെ ഒന്നും ഷെയർ ചെയ്യുന്നു. അല്ലേ തന്നെ നീ അവളെ സാധനം എടുക്കുന്നതിന് അവളെ സാധനം എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി ഒന്നും വെച്ചിട്ടില്ലല്ലോ. അവളെ റൂം അവളെ സാധനം ഇത് എന്തോന്ന് കൊടുത്തത്. മാന്യമായിട്ട് ചോദിച്ചിട്ട് അടുത്ത അവളെല്ലാം സമ്മതിക്കും. നീ ചോദിക്കില്ല, അടിച്ചു മാറ്റും. എന്തോന്ന് മോളെ ഇവൾ എന്റെ ചേച്ചിയാണോ അവളെ ചേച്ചിയാണോ എനിക്ക് അറിഞ്ഞൂടാത്തത് ചോദിക്കാം. എന്തോ പോയി ചോദിക്കും അവളെടുത്ത്. ഞാൻ ചോദിക്കും. ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തു മോളെ അവിടെ പോയി മറക്കൊന്നും കൂടെ കേട്ടാ. ആലോചിക്കാം. എന്തൊരു ദേഷ്യം ഇത്. ഇത് എവിടെ നിന്ന് സ്വഭാവം? ഭയങ്കര പൊസസീവ് ആണ് ഇവള്. പൊസസീവ്നെസ്സും അസൂയും കുശുമ്പും എല്ലാം കൂടെ ചേർന്നൊരു പെണ്ണ് കേട്ടോ. നിങ്ങൾ അതേ സ്വഭാവം. എന്തോന്ന് പണി അതും കൂടെ എന്റെ തലയിൽ കൊണ്ടുവച്ചോ. എനിക്ക് ഇങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല, എന്റെ ഫാമിലിയിലും ഇല്ല. പിന്നെ എന്റെ ഫാമിലി മൊത്തം എല്ലാവർക്കും ഇങ്ങനെയല്ലേ? അല്ലെങ്കിൽ അവൾക്ക് നിന്നോടാണല്ലോ അടുപ്പം, അതാണ് കാണിക്കുന്നത്. ചിരിക്കുന്നു. നീ അവളോടൊപ്പം ഈ പ്രശ്നം ഉണ്ടാക്കൂ. ചേച്ചിക്ക് ബാങ്ക്സ് വെട്ടിയിരിക്കുന്നത് നന്നായിട്ട് ചേരുന്നുണ്ട്. ചേച്ചിക്ക് ഹെയർ സ്റ്റൈൽ തന്നെയാ നല്ലത്. നന്നായിട്ട് ചെയ്യുന്നുണ്ടോ? അവള് പറയുന്നുണ്ട് എന്തെന്നറിയോ പിങ്കി, എന്നെ കാണാൻ കൊറിയൻകാരിയെ പോലെ ഇരിക്കുകയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലിപ്പൊക്കെ വെച്ച് മേളിലോട്ട് കുത്തി വെച്ചിരിക്കുന്നത്. അത് അവളെ അസൂയ കൊണ്ട് പറയുന്നത്. എനിക്ക് തോന്നിയല്ലേ, ഭയങ്കര അസൂയാണ്. ഞാൻ നന്നായിട്ട് നടക്കുന്നതേ അവൾക്ക് ഇഷ്ടമല്ല. എന്തൊരു സ്നേഹം. സ്വന്തം കൂടെ പറഞ്ഞെടുത്തില്ല ഇത്രയും സ്നേഹം. ഇഷ്ടം ബോംബെക്കാരി ഒന്ന് കയറി വന്നോളൂ. എന്താ പിങ്കി അവിടെ ഒറ്റയ്ക്ക് നിന്ന് കാര്യം പറയുന്നേ? എന്താ ഒറ്റയ്ക്ക് നിന്ന് കാര്യം പറയുന്നേ? ഞാൻ ഒറ്റയ്ക്ക് ഒന്നും കാര്യം പറഞ്ഞൊന്നുമല്ല. രണ്ട് ജീവിയുടെ ഉള്ള ചിലക്കനായിട്ട് അത് ഞാൻ നിരീക്ഷിക്കാൻ വന്നു. എന്താ നീ നെയിൽ പോളിഷ് ഇടാൻ? എന്തോ നെയിൽ പോളിഷാ? ഇതൊക്കെ എന്റെ പട്ടി കൊടുക്കും നെയിൽ പോളിഷ്. അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണം നിന്റെ നെയിൽ പോളിഷ്? നീ വെറുതെ തരാന്ന് പറഞ്ഞില്ല. എനിക്ക് നെയിൽ പോളിഷ് വേണ്ട. ഇറങ്ങി പൊടി ഡൂക്കളി സാധാരണ ഡൂക്കളി. നീ ഈ ഊരിന്റെ വീടാണ്. ഇല്ലല്ലേ പിങ്കിക്ക് വിഷമായി കാണുമല്ലേ ചേച്ചി? കുറച്ച് വിഷമിക്കട്ടെ അവള്. പാവം ചേച്ചി. പാവമാണ്, ഭയങ്കര പാവ. അടുത്ത് നിനക്ക് അറിയണ്ടതുണ്ടാ. എന്റെ അമ്മോ കുരുട്ട് സാധനം.